ഈ രണ്ട് കോമ്പൗണ്ടിന്റെയും ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കോമ്പൗണ്ടിന് നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? 5 കാർബൺ ആറ്റംസ് വരുന്നു. ഫസ്റ്റ് കോമ്പൗണ്ടില് 5 കാർബൺ ആറ്റംസ്. റൂട്ട് എന്ന് പറയുമ്പോൾ ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ ലോങ് ചെയിനെ നമ്മൾ വേർഡ് റൂട്ട് ഓഫ് ദ കാർബൺ ചെയിൻ എന്ന് പറയും. അവിടെ 5 കാർബൺ ആറ്റംസ് തന്നെയാണ് വരിക. അപ്പൊ അതിന്റെ പേര് എങ്ങനെ കൊടുക്കാൻ പറ്റും? പെന്റേൻ. ഓക്കെ, പെന്റേൻ. നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? മോളിക്കുലർ ഫോർമുല സെയിം ആണ്. C5H12 ആണ് രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല വരുന്നത്. പക്ഷെ അതിന്റെ സ്ട്രക്ചറിലാണ് വ്യത്യാസം വരുന്നത്. C5H12. ഓക്കെ, ആ സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് അതിന്റെ പേരിൽ മാറ്റം വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും. അതിന് കുറച്ച് റൂൾസ് നമ്മൾ പഠിക്കാനുണ്ട്. 1 ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ റൂള് കൊടുക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് റൂള് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട്സിലെ ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ 2 കോമ്പൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. CH3, CH2, CH3, CH, CH2, CH3. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രാഞ്ചും കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിന്റെ ലോങ്ങസ്റ്റ് ചെയിനാണ് നമ്മൾ അതിനെ മെയിൻ ചെയിൻ എന്ന് പറയാം. ഓക്കെ, മെയിൻ ചെയിൻ എന്ന് പറയാം. ആൻഡ് ഇങ്ങനെ വരുന്നതിന് നമ്മൾ എന്തും പറയാറുണ്ട്? ബ്രാഞ്ച് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പം മെയിൻ ചെയിൻ കൺസിഡർ ചെയ്യുക, ബ്രാഞ്ച് കണ്ട്. ഇത് ഫസ്റ്റ് ടൈപ്പ് ആണ്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് CH3, CH2, CH, CH3, again CH2, CH3. ഓക്കെ, 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ഇവിടുത്തെ എത്ര കാർബൺ വരുന്നുണ്ട്? 1, 2, 3, 4 ആൻഡ് 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. ഇവിടെ വരിക 1, 2, 3, 4, 5 ആൻഡ് 6 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. ആൻഡ് ചെയിന് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവിടുത്തെ മെയിൻ ചെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ലോങ് ചെയിൻ വരുന്ന 4 വരുന്ന കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവിടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആകെ എത്ര കാർബൺ ആറ്റംസേ വരുന്നുള്ളൂ? 4 കാർബൺ ആറ്റംസേ വരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ചെയിന് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 6 കാർബൺ ഉള്ള ലോങ് ചെയിൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ 6 കാർബൺ ലോങ് ചെയിൻ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ 5 കാർബൺ ഉള്ള ലോങ് ചെയിൻ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 5 കാർബൺ ആണ്. ആൻഡ് നമ്മള് ബ്രാഞ്ച് ആയിട്ട് ഏതിനെ കൺസിഡർ ചെയ്യണം? ഈ കോമ്പൗണ്ടിനെ ബ്രാഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മള് പേര് കൊടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതാണോ ലോങ്ങസ്റ്റ് ചെയിൻ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? മെയിൻ ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതാണ് ഫസ്റ്റ് റൂള് വരുന്നത്. ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആയിരിക്കും. നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് ലോങ് ചെയിൻ ഏതാണോ അതിന്റെ മെയിൻ ചെയിൻ എന്നും അല്ലാതെ വരുന്നതിന് ബ്രാഞ്ച് എന്നും പേര് കൊടുക്കുക. അതാണ് ഫസ്റ്റ് റൂള്. ആൻഡ് സെക്കൻഡ് റൂള്, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് കാണാൻ പറ്റും. ഞാനിവിടെ ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ 4 കാർബണില് മൂന്നാമത്തെ കാർബണിനാണ് ഇവിടെ ഗ്രൂപ്പ് വന്നത്. അടുത്തതില് രണ്ടിലും മൂന്നാമത്തെ പൊസിഷനിലാണ് ഗ്രൂപ്പ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കാർബൺ, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. കാരണം നമുക്ക് ഗ്രൂപ്പ് വരുന്ന കാർബണിന് ഏറ്റവും ലോവർ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് നമ്പറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്പറിങ് കൊടുക്കുന്നതെങ്കിൽ ഈ ഗ്രൂപ്പ് വരുന്ന കാർബണ് കിട്ടുന്ന നമ്പർ 3 ആയിരിക്കും. ഈ സൈഡിൽ നിന്നാണ് നമ്മൾ നമ്പറിങ് കൊടുക്കുന്നതെങ്കിൽ ഗ്രൂപ്പ് വരുന്ന കാർബണ് കിട്ടുന്നത് സെക്കൻഡ് ആയിരിക്കും. അപ്പൊ ദ റൈറ്റ് വേ എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള പേര് കൊടുക്കൽ അല്ലെങ്കിൽ നമ്പറിങ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് കേട്ടോ. അപ്പൊ ഈ 2 റൂളാണ് നിങ്ങൾ ഇപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ലോങ്ങസ്റ്റ് ചെയിനും മെയിൻ ചെയിനും ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. രണ്ടാമത് ബ്രാഞ്ച് വരുന്ന കാർബണിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പറിങ് ചെയ്യുക.